നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിതത്തിൽ സന്തോഷകരമായ, വിജയകരമായ, സക്സസ്ഫുൾ ആയ ഒരു ജീവിതത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നാം ഈ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജീവിതത്തിൽ വിജയം കണ്ടെത്താനും സമാധാനം കണ്ടെത്താനും ലൈഫിൽ ഫുൾഫിൽമെന്റ് കണ്ടെത്താനും ഒക്കെ നാം ചെയ്യേണ്ടത് ഈ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുക എന്നതാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാതെ, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ ഈ പ്രസന്റ് മൂമെന്റിൽ നാം ഫോക്കസ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ വരാനിരിക്കുന്ന നമ്മുടെ ജീവിതം മനോഹരവും സന്തോഷകരവുമായി തീരും. അതിനായി നാം ഈ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുക. അതിനെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോകളിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയും, ആങ്സൈറ്റി കുറയും, നമ്മുടെ ഉത്കണ്ഠ ഇല്ലാതായി പോകും, നമുക്കൊരു മെന്റൽ ക്ലാരിറ്റി ലഭിക്കും. ഒരു കാര്യത്തിൽ പ്രത്യേകം ഫോക്കസ് ചെയ്യാനും ഒരു ക്ലാരിറ്റി ലഭിക്കാനും ഈ പ്രസന്റ് മൂമെന്റിൽ നാം ജീവിക്കുന്നതോടുകൂടി, നമ്മുടെ ഫോക്കസ് ഈ പ്രസന്റ് മൂമെന്റിലേക്ക് ആക്കുന്നതോടുകൂടി നമുക്ക് കഴിയും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. പ്രസന്റ് മൂമെന്റിൽ നാം ഫോക്കസ് ചെയ്യുമ്പോൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് ക്ലാരിറ്റിയോടുകൂടിയും ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. ക്രിയേറ്റീവായി നിന്നുകൊണ്ട് നിർമ്മാണാത്മകമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ജീവിതം സന്തോഷകരമാകുന്നതിന് വേണ്ടി, വിജയകരമാകുന്നതിന് വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾ സാഫല്യമാകുന്നതിന് വേണ്ടി നാം ഈ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുക. പ്രസന്റ് മൂമെന്റിലേക്ക് നമ്മുടെ ഫോക്കസിനെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ചില പ്രാക്ടീസുകൾ നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, മെഡിറ്റേഷൻ ആണ്. നാം ദിനചര്യയായി നിത്യവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മെഡിറ്റേഷനെ കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ എല്ലാ ശ്രദ്ധയും ഫോക്കസും ഒരു പ്രത്യേക വസ്തുവിലേക്കാക്കി, അതൊരു പ്രസന്റ് മൂമെന്റിലേക്കാക്കി മാറ്റാൻ ക്രമേണ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മെഡിറ്റേഷനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഭാഗമാക്കുക. അതുപോലെ നാം ഒരു പ്രത്യേക കാര്യം ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻസിനെ നാം എല്ലാം മാറ്റിവെക്കുക. ഉദാഹരണത്തിന് TV ഓഫാക്കുക, മൊബൈൽ ഫോൺ കുറച്ച് ദൂരത്ത് വെക്കുക. നമ്മുടെ ശ്രദ്ധ മാറുന്ന കാര്യങ്ങളെയെല്ലാം അതിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക. മറ്റൊരു പ്രാക്ടീസായി നമുക്ക് എടുക്കാൻ കഴിയുന്ന നമ്മുടെ സെൻസറി സിസ്റ്റത്തിൽ, സെൻസുകളിൽ നാം കൃത്യമായി ഫോക്കസ് ചെയ്യുക. നമ്മുടെ കാഴ്ചയിൽ ഒരു സ്ഥലത്ത് നാം എത്തിയാൽ അവിടെ എന്തൊക്കെയാണ് നാം കാണുന്നത് എന്ന് നോക്കുക. അതിനെയൊക്കെ മൈൻഡ്ഫുൾ ആയിക്കൊണ്ട് കാണാൻ ശ്രമിക്കുക. കൃത്യമായി അതിൻ്റെ എല്ലാ വശത്തെയും കണ്ടു മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്മെല്ലിനെ, ആ പ്രദേശത്ത് ഏതൊക്കെ തരത്തിലുള്ള സ്മെല്ലാണുള്ളത് എന്ന് നാം അതിനെ സ്മെല്ല് ചെയ്തുകൊണ്ട് നാം മനസ്സിലാക്കുക. അതുപോലെ നാം കണ്ണടച്ചു നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള സൗണ്ടുകളാണ് നാം കേൾക്കുന്നത് എന്ന് അതിലൊന്ന് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. നാം ഒരു പ്രത്യേക സ്ഥലത്തെത്തിയാൽ ഇവിടത്തെ സ്മെൽ എന്താണ്, ഇവിടെ എന്തെല്ലാം ശബ്ദങ്ങളാണ് കേൾക്കാൻ കഴിയുന്നത്, ഇവിടെ എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മുടെ സെൻസറി സിസ്റ്റങ്ങളെ മുഴുവനും അലർട്ടാക്കിക്കൊണ്ട് ഓരോന്നിലേക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രസന്റ് ടെൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോക്കസ് കൂട്ടുന്നതിനും അതുപോലെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള, നമ്മുടെ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് സഹായിക്കുന്ന രീതിയിൽ, എനർജറ്റിക്കായി നിൽക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസാണ് ബ്രീത്തിങ് എക്സസൈസ്. നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പിന്നീട് അത് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നാം അറിഞ്ഞുകൊണ്ട് ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഉള്ളിലേക്ക് എടുക്കുകയും അത് നമ്മളിൽ ഹോൾഡ് ചെയ്യുന്നതായി നാം കാണുകയും പിന്നീട് അത് പുറത്തേക്ക് വിടുന്നതും, അത് ഒരു പ്രാക്ടീസായി ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രസന്റായി നടക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസമാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ കഴിയുന്ന രീതിയിൽ അതിനെ നമ്മളിൽ ഹോൾഡ് ചെയ്യുന്നതും
പിന്നീട് അത് വായയിലൂടെ പുറത്തേക്ക് വിടുന്നതും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും അതിലേക്കു തന്നെ വെച്ച് നാം ബ്രീത്ത് എടുക്കുകയും അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യുകയും പിന്നീട് പുറത്തു വിടുകയും ചെയ്യുന്നതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ രസകരമായ, മനോഹരമായ, നാം ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് പ്രസന്റ് മൂമെന്റിലേക്ക് നമ്മുടെ ഫോക്കസിനെ കൊണ്ടുവന്നാൽ നമുക്ക് അനുഭവിക്കാൻ പോകുന്ന മനോഹാരിതയുടെ, സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് നാം ദിവസവും ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം നാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്കുള്ളതിനെ, നമ്മളിൽ ഉള്ളതിനെ, നമുക്ക് ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് അത് നമുക്ക് നൽകിയ ദൈവത്തോടും ഈ പ്രകൃതിയോടുമൊക്കെ നാം നന്ദി പറയുക, കൃതജ്ഞത പറയുക, നമ്മുടെ കടപ്പാട് പറയുക. ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ജീവിതത്തിൽ അത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നാം അതിനൊക്കെ നന്ദി പറയുക, അതിനോട് നാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക. അതും നമ്മൾ ഈ പ്രസന്റ് മൂമെന്റിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഒരു പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതല്ലാതെ മൈൻഡ്ഫുൾനെസ്സിലേക്ക്, ഒരുപാട് നമ്മുടെ സന്തോഷകരമായ ഒരു ജീവിതം കിട്ടുന്നതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ബെനിഫിറ്റുകൾ വേറെയുമുണ്ട്. പക്ഷെ ഇത് ഫോക്കസ് ഈ പ്രസന്റ് മൂമെന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു പ്രാക്ടീസുകളാണ്. അതുപോലെ സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് എനർജൈസർ. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നാം വെള്ളം കുടിക്കുന്നതും നല്ല പോഷകാഹാരം കഴിക്കുന്നതും നമ്മൾ നല്ല എനർജറ്റിക് ആയി നിൽക്കാനും ഹൈഡ്രേറ്റഡ് ആയി നിൽക്കാനും നമ്മളെ സഹായിക്കും. അതിലൂടെ നമുക്ക് മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. ശാരീരികമായ ബെനിഫിറ്റുകൾ അതുകൊണ്ട് ഒരുപാടുണ്ട് എങ്കിൽ പോലും നാം ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ ഇതൊക്കെ നമ്മളെ സഹായിക്കും. അതുപോലെ നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിശ്ചിതമായ അളവിൽ ആവശ്യമായ ബ്രേക്ക് എടുക്കുക. നാം ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരു നിശ്ചിത സമയം നാം അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് എണീറ്റ് നടക്കുക, അല്ല എങ്കിൽ ഒന്ന് എണീറ്റ് നടന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അങ്ങനെ ആവശ്യമായിട്ടുള്ള ഇടവേളകൾ എടുക്കുക. അങ്ങനെ ഇടവേളകൾ എടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ മൈൻഡ് നാം ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് ഫോക്കസ്ഡായി വരാൻ നമ്മളെ സഹായിക്കും. അതോടൊപ്പം നമുക്ക് മതിയായ ഉറക്കം നമുക്ക് ലഭിക്കണം. 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ രാത്രികളിൽ കൃത്യമായിട്ടുള്ള ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ലഭിക്കണം. മതിയായ രീതിയിൽ നാം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പകൽക്കാലത്ത് നാം സംശീകരിച്ചു വെച്ച ചിന്തകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ അനലൈസ് ചെയ്ത് വേണ്ട രീതിയിൽ വെക്കുന്നത്. അതോടൊപ്പം ആരോഗ്യകരമായ രീതിയിൽ നിലനിൽക്കാൻ ശാരീരികമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നത് നാം ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് ലഭിക്കുന്നത് അടുത്ത നിമിഷങ്ങളിൽ ക്രിയാത്മകമായി എനർജറ്റിക്കായി പ്രവർത്തിക്കാനുള്ള ശക്തി ലഭിക്കുന്നതും ഈ നല്ല ഉറക്കത്തിൽ നിന്നാണ്. അതുകൊണ്ട് നാം നമ്മുടെ ഉറക്കം കൃത്യമാക്കുകയും അത് ആവശ്യമായ രീതിയിൽ ഏകദേശം 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ നമുക്ക് കഴിയുമെങ്കിൽ സുഖകരമായ ഒരു ഉറക്കം ലഭിക്കാനുള്ള കാര്യങ്ങൾ നാം ചെയ്യുക. അതോടൊപ്പം യോഗ പോലത്തെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും പ്രകൃതിയോട് കൂടുതൽ അടുത്ത് നിൽക്കുകയും പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കുന്നതും നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നതും, അതായത് നമ്മുടെ ഹോബികൾ, നമുക്ക് സന്തോഷം നൽകുന്ന, നാം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, നാം ഒരു കാര്യം ചെയ്താൽ നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന അത്തരം കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ് ആകാനും നാം ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നിലനിർത്തുന്നതോടൊപ്പം ഇത് തുടർച്ചയായി നാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയുകയും ആങ്സൈറ്റി പോലെയുള്ള മറ്റു കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും അതോടൊപ്പം നമ്മുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും കഴിയുകയും
നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വർദ്ധിപ്പിക്കാനുമൊക്കെ ഇത് സഹായകരമാകും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നാം ശ്രമിക്കുക. അതിന് നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.